ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ കുറച്ചു നേരം മുമ്പ് നടന്നൊരു സംഭവമാണ്. അത് നമ്മളിപ്പോ ഈ 2-3 ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന സെയിം പരിപാടി തന്നെയാണ്. വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി, അത് ശരത് കുമാർ ആക്കി, അങ്ങനെയൊക്കെ ചിത്രീകരിച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഏതാണ്, അതിന്റെ സത്യാവസ്ഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഒരു സൂംബ ഇതുണ്ടായിരുന്നു. നെവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൂംബ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ അതിൽ അനീഷ് നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് രവിരുമായിട്ട് നല്ല രീതിയിൽ, അനീഷ് എന്നല്ല എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അത് നെവിന്റെ ആ ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ ആ സ്പേസിൽ കയറി ഒരലമ്പും ആരും തന്നെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഇവര് അനീഷ് മലയാളം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്, ആര്യനെയും സാബുമാനെയും. അപ്പോൾ ഇവര് മലയാളം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നെവിൻ സ്വിച്ചിന്റെ മലയാളം ചോദിക്കുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ മലയാളം അത് കൊണസ്റ്റ് ചോദ്യമാണ്, ശരിക്കും വളരെ കൊണസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മളിപ്പം ആ ഒരു വാക്ക് ഒരു നീളത്തിലുള്ള ഒരു വാക്കാണ്, അതൊക്കെ വെച്ച് ആരെങ്കിലും പറയുമോ? ഇല്ല, പറയത്തില്ല. അപ്പം അനീഷ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് വളരെ കാര്യമുള്ള കാര്യമാണ് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അതൊരു അറിവാണ്, ഓഫ്കോഴ്സ് അതൊരു അറിവാണ്. അത് മലയാളം അറിയാൻ വയ്യാത്തവർക്ക് അത് ഒരു വലിയ ഉപകാരമാവുക തന്നെ ചെയ്യും ഈ സീസണിൽ. അപ്പൊ നെവിൻ അതിന്റെ ഇടയ്ക്ക് കയറി വെറുതെ ചുമ്മാ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ട് നോക്കിയത് നെവിനാണ്. പക്ഷെ പറയുന്നത് അനീഷ് സരോജ് കുമാർ കളിക്കാൻ നോക്കി എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് അനീഷ് ഈ ഒരു കാര്യം മേക്കപ്പ് ഏരിയയിൽ ചെന്ന് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെറിയ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ ആശാൻ, ഈ ചെറിയ ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറൊരു ഭാഗം അനീഷ് തിരിച്ചവിടെ പോയ യെല്ലോ സോഫ ഇരുന്നിട്ട് തിരിച്ചു പോയി നെവിന്റെ അടുത്ത് സൂംബ ഡാൻസിന്റെ കാര്യം പറയുന്നത് അത് കേട്ടിട്ടില്ല. സൂംബ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നെവിന്റെ സ്പേസിൽ കയറി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അത് കേട്ടിട്ടില്ല ആശാൻ. അതൊന്നും കേൾക്കാതെയാണ് ഈ ചെറിയ 1-2 സാധനങ്ങൾ ഇടയ്ക്ക് ലൈവ് വെക്കും, 2 മിനിറ്റ് ലൈവ് വെക്കും. ഇതിൽ കേൾക്കുന്ന എന്തെങ്കിലും സാധനം അടിച്ചു വിട്ടേക്കാം സരോജ് കുമാർ, അങ്ങനെയാണ് വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പ്രേക്ഷകർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കിപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയത് കേട്ടോ. നല്ല ടെക്നിക്കാണ്, അടിപൊളിയാണ്, വളച്ചൊടിക്കാൻ ബെസ്റ്റാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.